Cat can be there, dog can be there, anything can be there. 9.5 meters. So are this signal getting stronger in the second time? No, at the same distance it is showing. It shows the distance, not the signal strength. So it's breathing, right? It's just showing breathing. There is no movement, only breathing is shown. Search will continue. Sir, no idea about that, please. Excuse me. ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് സാറി ഓക്കെ ഓക്കെ അദ്ദേഹം നമ്മുടെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. നമുക്ക് ഒന്നുകൂടെ സാർ ഈ പരിശോധനയെ പറ്റി മാത്രം ഒന്ന് പറയാമോ? ഇപ്പോൾ ഇന്ന് വീണ്ടും പരിശോധന നടത്തില്ല. അത് അതേപോലെ തന്നെ കാണിക്കുകയാണ്. ആ ഒരു 0.7 മീറ്ററിനകത്ത് തന്നെ ആ ഒരു ബ്രീത്തിങ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനിപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഈ ബിൽഡിംഗ് മൊത്തം ഇനിയിപ്പോൾ ഇത് അത്രയ്ക്ക് ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, അത് പൊളിയുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ അത് കുഴിക്കാന്ന് വെച്ചാൽ ശ്രമകരം, അത് ഇത് മൊത്തം ഇടിഞ്ഞ് വീഴും. അപ്പം ഈ വീണ്ടും നമ്മൾ ഇപ്പം നേരത്തെ പരിശോധന നടത്തിയ ശേഷം വീണ്ടും സിഗ്നൽ നോക്കും. അതെ 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 അപ്പോഴും സെയിം സിഗ്നലാണ്. അതായത് ആ സ്ഥലത്ത് തന്നെയാണോ അതോ മാറിയാണോ? എത്ര പെർസെന്റ് സിഗ്നൽ ഉണ്ട് സാർ? സാർ എത്ര പെർസെന്റ് സിഗ്നൽ ഉണ്ട്? നമുക്കൊരു 0.7 മീറ്റർ വരെ നമുക്കിപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. നാളെയും പരിശോധന തുടരുക. നാളെയും റഡാർ പരിശോധന തുടരുമോ? നാളെ ഉണ്ടാവും. സാർ ഇന്ന് സിഗ്നൽ ലഭിച്ച ശേഷം നമ്മൾ പരിശോധന നിർത്തുന്നത് ഇപ്പം ഈ ഒരു ഇങ്ങനെ ഒരു ലേറ്റ് ആയ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥരോട് പങ്കുവെച്ചിരുന്നു. അതെ അത് അവരാണ് തീരുമാനിക്കുന്നത്, അവരാണ് ചെയ്യുന്നത്. നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനിയിപ്പോൾ പറ്റുന്നത്. ഇന്ന് കാലാവസ്ഥ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഇല്ല. അപ്പോൾ രാത്രി പരിശോധന നടത്താവുന്നതല്ലേ ശരിക്കും? നമ്മളല്ലാതെ തീരുമാനിക്കുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട അതൊരു മനുഷ്യ സാന്നിധ്യമാണെങ്കിൽ നമ്മൾ ഈ പരിശോധന തിരച്ചിൽ ഇന്ന് നിർത്തിവെക്കുന്നത് തിരിച്ചടിയാവില്ലേ? പറയുന്നില്ലേ എന്തോന്ന് അറിയാൻ വയ്യ. ഇപ്പം നമുക്ക് ഇത് നിർത്തിവെക്കാൻ നിർദ്ദേശം കിട്ടിയോ? ഇപ്പം നമുക്കിതിപ്പോൾ നിർത്താൻ ജീവന്റെ തുടിപ്പുണ്ട് തന്നെയല്ലേ പറയുന്നത്? ശരിക്കും ജീവന്റെ തുടിപ്പുണ്ട് തന്നെയാണ്. അദ്ദേഹം ഈ റഡാർ പരിശോധന വീണ്ടും നടത്തിയപ്പോഴും ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. നമുക്ക് അദ്ദേഹം എന്താണ് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ മറ്റു വിവരങ്ങൾ പങ്കുവെക്കുന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ വിവരങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് Actually, what is the result of the second radar? It is same as the first radar. Same position. Sir, is it in the same position? Yeah, same position. Are you confirmed? Depth of 1 meter, there is a life detected, but we can't assure what kind of life it is. Anyway, we are sure that there is a life. What is the next step regarding this? Next step, either you have to demolish that whole building and find out over there, or you need an optical fiber scope, which is another device, which is like a digital videography. It goes through the hole and see what's surrounded over there. That's all. Thank you, sir. When will it happen in a step? Sir, I'm not a government official. I'm a private contractor, sir. We provide these particular devices. That's all. As a CSR activity, we are doing it. So you receive the same signal? Yeah, same signal on the second count. Chaliye, sir. Chalo. വീണ്ടും തുടർ പരിശോധന നടത്തുന്നതിന്റെ സംവിധാനത്തെ പറ്റി അദ്ദേഹം വിശദീകരിച്ചു. സുജു, രണ്ടാമത്തെ റഡാർ പരിശോധനയിലും സെയിം സിഗ്നൽ തന്നെ ലഭിച്ചിരിക്കുന്നു. പോയിന്റ്. Do you continue tomorrow? Sir, I don't know about it. We'll discussing it and then let you know. നീലമ രണ്ടാമത്തെ റഡാർ പരിശോധനയും ആദ്യം ലഭിച്ച അതേ തരത്തിൽ തന്നെ 7 മീറ്റർ ഉള്ളിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടെന്ന് തന്നെയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ. അവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല, അവർ CSR. അവർ ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ഇല്ല, നമുക്ക് ഇത്രേ കാണാൻ പറ്റുന്നുള്ളൂ. എന്താ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റഡാർ പരിശോധന രണ്ടാം തവണയും കൃത്യമായ സ്ട്രോങ് ആയ സിഗ്നൽ ലഭിച്ചു എന്ന് തന്നെയാണ് രണ്ട് ആളുകളും ഇതുമായി ബന്ധപ്പെട്ട റഡാർ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ അവരെ ഉദ്യോഗസ്ഥരെന്ന് വിളിക്കുക. അവർ ഇതിന്റെ സ്വകാര്യ സാധ്യത നമ്മൾ കാണുന്നതും കുറവായിട്ടാണ് ഇവിടെ.
അഖിലേഷ്, അതായത് ഈ രണ്ട് ആളുകൾ അവർ സ്വകാര്യ സ്ഥാപനം എന്നാണ് പറയുന്നത്. അവർ ഈ രണ്ട് പരിശോധനയിലും അവർക്ക് ലഭിച്ചത് ജീവന്റെ തുടിപ്പ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അവർ ആ കാര്യം ആവർത്തിച്ച് ഈ സ്ഥലത്ത് വ്യക്തമാക്കുകയാണ്. എന്തായാലും സൈന്യം ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തനത്തിറങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ഉൾപ്പെടെ തിരികെ കയറുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വീണ്ടും ഈ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ സാധ്യതയൊക്കെ കൊണ്ടായിരിക്കാം സൈന്യം അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ട് അത്തരമൊരു നിർദ്ദേശം അവർ നൽകി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ റഡാർ സിഗ്നലിന്റെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി നൽകുന്ന വിശദീകരണം ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. ഇത് എങ്ങനെയാണ് സൈനിക മേഖലയിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്ന കാര്യം അവർ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും ജീവന്റെ തുടിപ്പ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്. അതിന് ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ പൊളിച്ച് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിസങ്കീർണമാണ് എന്നുള്ള കാര്യവും അവർ പങ്കുവെക്കുന്നു. പ്രവീൺ നമ്പർ അവർ ആ കാര്യവും നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അവർ കൃത്യമായി ചെറിയ പ്രയത്നമായിരുന്നില്ല. ഇത്തരത്തിൽ അപ്പർ മുണ്ടക്കൈയിൽ ഇത്തരത്തിലൊരു ജീവന്റെ സിഗ്നൽ ഉണ്ട് എന്നറിഞ്ഞ നിമിഷം മുതൽ അവിടെ സന്നദ്ധ പ്രവർത്തകരടക്കം എല്ലാവരും ആ കർമ്മമുഖത്തായിരുന്നു. ആ ജീവന്റെ ഒരു തുടിപ്പ് കണ്ടെത്താനുള്ള ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി. ആ കല്ലും മണ്ണും എല്ലാം വന്നു നിറഞ്ഞിരുന്ന ആ കലിങ്കിനകത്ത് കയറി വരെ പരിശോധന നടത്തി. പക്ഷേ 0.7 മീറ്ററിനകത്ത് ആ സിഗ്നൽ രണ്ടാമത്തെ റഡാറിലും കാണുന്നുണ്ട്. പക്ഷേ അതിനകത്തേക്ക് കയറി ഇനി പരിശോധന നടത്താൻ കഴിയില്ല, അത് അസാധ്യമാണ് എന്ന വിവരമാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അതായത് ആ അപകട നിലയിലായ ഒരു 2 നില കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. ആ കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ സാധ്യമാകൂ എന്നാണ് ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതായത് മനുഷ്യസാധ്യമായ വിധത്തിൽ എല്ലാവിധ പ്രയത്നങ്ങളും അവിടെ നടത്തി എന്നാണ് നമ്മൾ ഈ നിമിഷം അനുമാനിക്കേണ്ടത്.